നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബിരിയാണി മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ബിരിയാണി മസാല ചെയ്യാമെന്ന്. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും വറുക്കുന്ന സമയം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചിലത് കരിഞ്ഞു പോവും, ചിലത് ശരിയായിട്ട് ഫ്രൈ ചെയ്ത് വരില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിനുവേണ്ടി ഒരു കടായി എടുക്കുക, ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനത്. അതിലോട്ട് നമുക്ക് ഒരു 6 പീസോളം പട്ട ചേർത്ത് കൊടുക്കുക. ഇത്രയും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് ആ ഒരു അളവറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് വലുതാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇതേപോലെ നമ്മൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ ഇല്ലാണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ നാളെ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം പൊടിച്ച് വെക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇത് നമുക്ക് 2 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്, നല്ല വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും ഒരുപാട് കൂടി പോകാൻ പാടില്ല കേട്ടോ. ഒരുപാട് കൂടി കഴിഞ്ഞാൽ ആ ഫ്ലേവർ തന്നെ മാറിപ്പോകും. ഇതിങ്ങനെ ഒരു പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മതിയാക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 15ഓളം ഏലക്കായാണ്. ഏലക്കായ അത് ഞാൻ വാഷ് ചെയ്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം ഏലക്കായിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ വളരെ മോശമാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ഇതൊരു 15 എണ്ണം ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ തീയിലിട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഒരുപാട് ഏലക്കായ വേണ്ട കേട്ടോ. ഒരുപാട് ഏലക്കായ ആയി കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് അങ്ങ് ഏലക്കായുടെ കുത്ത് വരെ. ഇതൊക്കെ പെട്ടെന്ന് റെഡി ആവുന്ന ഐറ്റംസാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് ഏലക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് കാർഡമം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഇട്ടോളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലേ ഇപ്പോൾ അത്. സാധാരണ രീതിയിൽ അതും കൂടെ ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ഏലക്കായയും റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പെരുംജീരകമാണ്. പെരുംജീരകം ഒരു 3 ടേബിൾ സ്പൂൺ പെരുംജീരകം വേണ്ടി വരും. അതും ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലൊരു വാസന വരുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാറ്റാം. ഇനി പെരുംജീരകം റെഡിയാകുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ഇനി പെരുംജീരകത്തിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങും. റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറ്റിഷ് കളർ മാറി ചെറിയൊരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്കിതങ്ങ് എടുക്കാം. ഓവറായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പരസം വരും. ഇതാണ് ഞാൻ പറഞ്ഞ സാജീര എന്ന് പറഞ്ഞിട്ട്. നാട്ടിൽ ഇതിനെ കേക്ക് ജീരകം എന്ന് പറയും. നമ്മൾ കേക്ക് ഉണ്ടാക്കില്ല, അതായത് ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ജീരകമാണിത്. അപ്പോൾ ചിലർ ഷാജീരകം SHA എന്നും പറയും, SA എന്നും പറയും. അപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഉണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ചും കൂടെ നല്ല ഫ്ലേവർ വരും. ഇതില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സാജീരകം. അപ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അതും റോസ്റ്റ് ചെയ്തെടുക്കാം. അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പെപ്പറാണ്. മൊത്തത്തിലുള്ള പെപ്പർ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജാതിപത്രിയാണ്. ജാതിപത്രി ഉണ്ടെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജാതിക്കയാണ്. ജാതിക്കയുടെ കുരുവാണ്. ജാതിക്കയുടെ കുരു എന്ന് പറയുമ്പോൾ ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലാണ് ഇതുപോലെ ഉള്ളിലത്തെ ഈ ഒരു സംഭവം കിട്ടുക. ഇത് ഒരെണ്ണം ഇടാം മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഈ ജാതിക്കയുടെ കുരു ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കോലമാണ്. തക്കോലം ചെറുത് മതി, ഞാൻ ഒരുപാട് യൂസ് ചെയ്യാറില്ല. ഇത്രയുള്ള ഐറ്റംസ് ഇതെല്ലാം കൂടി ഇതേപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും മാറ്റി വയ്ക്കും. എല്ലാം ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടോട് കൂടി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായി പൊടിഞ്ഞും കിട്ടില്ല, പിന്നെ മിക്സിക്കും കേടാണ്. ചൂട് ഇപ്പോൾ അവസാനം ഇട്ടതിന് മാത്രം ചെറിയ ചൂടുള്ളൂ, ബാക്കിയൊക്കെ ഓൾറെഡി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇത് നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അരിക്കാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ നിങ്ങൾ അരിച്ച് വെച്ചോളൂ. ഇപ്പോൾ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ബിരിയാണിക്കൊക്കെ വേണ്ടി വരും. ഞാൻ കുറച്ചൊക്കെ ഇടാറുള്ളൂ ബിരിയാണി മസാല എന്ന് പറയുന്നത് ബിരിയാണിയിൽ. അപ്പോൾ പക്ഷേ ഓരോരുത്തരും ചേർക്കുന്ന അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല വാസനയുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, കിച്ചണിലെ കബോർഡിൽ തന്നെ വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയുള്ള പരിപാടി എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ പ്രത്യേകിച്ചും തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് ഈ ബിരിയാണി മസാല ഉണ്ടാക്കാറുള്ളത്. സാധാരണ എൻ്റെ ചിക്കൻ ബിരിയാണിക്കൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.